പത്തനംതിട്ടയിൽ നിന്നും 35 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന മനോഹര വെള്ളച്ചാട്ടങ്ങളിലൊന്നാണ് പെരുന്തേനരുവി വെള്ളച്ചാട്ടം. മൈൻഡ് വിഷൻ ടിവിയുടെ ട്രാവൽ വയോഗിൻ്റെ ഇന്നത്തെ സഞ്ചാരം പെരുന്തേനരുവിയിലേക്കാണ്. കാണാം നമുക്ക് വിശേഷങ്ങൾ. പത്തനംതിട്ട ജില്ലയിലെ റാന്നി താലൂക്കിൽ ഉൾപ്പെട്ട വെച്ചൂച്ചിറ ഗ്രാമപഞ്ചായത്തിലാണ് പെരുന്തേനരുവി മനോഹര വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. അനേകം വിനോദസഞ്ചാരികളാണ് ദിനംപ്രതി പെരുന്തേനരുവി ലക്ഷ്യമാക്കി എത്തുന്നത്. പമ്പാ നദിക്ക് കുറുകെയുള്ള പൂവത്തുമൂട് പാലത്തിൽ നിന്നുള്ള മനോഹര കാഴ്ചകൾ ആസ്വദിച്ച് പെരുന്തേനരുവി ലക്ഷ്യമാക്കി നീങ്ങി. വനത്തിലൂടെയുള്ള യാത്ര കിലോമീറ്ററുകൾ പിന്നിട്ട് ഞങ്ങൾ പെരുന്തേനരുവിയിലെത്തി. KSEB ലിമിറ്റഡിൻ്റെ പരിധിയിലുള്ള സ്ഥലമായതിനാൽ ഇവിടെ എത്തുന്ന സഞ്ചാരികൾക്കായി മുന്നറിയിപ്പ് ബോർഡും സ്ഥാപിച്ചിട്ടുണ്ട്. പെരുന്തേനരുവി പുറമേ കാണാൻ സുന്ദരിയാണെങ്കിലും സംഹാരരൂപിണിയാണ്. ഇവളുടെ നീരാളി വലയത്തിൽപ്പെട്ടവരാരും രക്ഷപ്പെട്ടിട്ടില്ല. അടുത്തത് നിങ്ങളാകാതിരിക്കട്ടെ. എടുക്കുന്ന സെൽഫി നാളത്തെ പത്രങ്ങളിലെ ചരമക്കോളങ്ങളിൽ വരാതിരിക്കട്ടെ എന്ന് ഓർമ്മിപ്പിക്കും വിധമാണ് ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നത്. ശരിക്കും ഇത് വായിക്കുന്നവർ ഒന്ന് ചിന്തിച്ചു മാത്രമേ മുന്നോട്ട് പോവുകയുള്ളൂ. പശ്ചിമഘട്ട മലനിരകളിലൂടെ ശാന്തമായി ഒഴുകിയെത്തി ഉയരത്തിൽ നിന്ന് താഴേക്ക് പതിക്കുന്ന ദൃശ്യം പകർത്താൻ നിരവധി സഞ്ചാരികളാണ് എത്തുന്നത്. പെരുന്തേനരുവി വെള്ളച്ചാട്ടം കാണാനെത്തുന്ന കാരണം ഇടമാണ് ഇവിടം. വിനോദസഞ്ചാര വകുപ്പിന്റെ കാനനയാത്രയുടെ സൗകര്യത്തോടുകൂടി തന്നെ വെള്ളച്ചാട്ടത്തിലേക്ക് നിർമ്മിച്ചിരിക്കുന്നത്. കൂറ്റൻ പാറക്കെട്ടുകൾക്കിടയിലൂടെ ഇരച്ചു പതിക്കുന്ന തൂവെള്ള നിറത്തിലുള്ള അരുവിയുടെ സൗന്ദര്യം ആരും നോക്കി നിന്നു പോകും. ചരൽക്കുന്നിന് സമീപമുള്ള പെരുന്തേനരുവി കേരളത്തിൻ്റെ ടൂറിസം ഭൂപടത്തിൽ ഇതുവരെയും ഇടം നേടിയിട്ടുമില്ല. പ്രാദേശിക ടൂറിസ്റ്റുകളുടെ ഇഷ്ടയിടമായി തന്നെ ഇവിടം മാറുകയും ചെയ്യുന്നു. തിരുവല്ലയിൽ നിന്ന് 30 കിലോമീറ്റർ ദൂരമാണ് പെരുന്തേനരുവിയിലേക്കുള്ളത്. പത്തനംതിട്ടയിൽ നിന്ന് റാന്നി വഴിയും എരുമേലി വഴിയും ഇവിടെ എത്തിച്ചേരാം. യാത്രാമധ്യേ കടകൾ കുറവായതിനാൽ ആവശ്യത്തിന് വെള്ളവും ഭക്ഷണ സാധനങ്ങളും വാങ്ങി വേണം ഇവിടെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. മറ്റൊരു നാടിൻ്റെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം.